ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപമാണ് തുളസി. അതുകൊണ്ട് തന്നെ പാരമ്പര്യ ശാസ്ത്രങ്ങൾ തുളസിക്ക് പരമപവിത്രമായ സ്ഥാനമാണ് നൽകി വരുന്നത്. തുളസി നിൽക്കുന്ന മണ്ണ് പോലും ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് വിശ്വാസം. വിഷ്ണു പൂജയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തുളസി. ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപമായതിനാൽ വിഷ്ണു ഭഗവാന്റെ പ്രിയപ്പെട്ടവൾ എന്ന അർത്ഥത്തിൽ വിഷ്ണുപ്രിയ എന്ന അപരനാമവും തുളസിക്കുണ്ട്. പ്രമുഖ പുരാണങ്ങളിലെല്ലാം തുളസിയുടെ മാഹാത്മ്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. തുളസിയുടെ മാഹാത്മ്യം വെളിവാക്കുന്ന ചില ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. പത്മപുരാണത്തിൽ തുളസിയെപ്പറ്റി വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. മരണസമയത്ത് വിഷ്ണു ഭഗവാനെ സ്മരിക്കുന്നയാൾ വിഷ്ണുപാദത്തിലെത്തും. തുളസി വിറക് കൊണ്ട് ദഹിപ്പിക്കുന്നയാളിന് പുനർജന്മം ഉണ്ടാകില്ല. അന്തരിച്ച വ്യക്തി പാപം ചെയ്യുന്നയാളോ പുണ്യം ചെയ്യുന്നയാളോ ആയിക്കൊള്ളട്ടെ, തുളസി ചേർത്ത് ചിതയൊരുക്കിയാൽ അയാൾ പാപമുക്തനായി സ്വർഗസ്ഥനാകും. പൂജകളിലെ പ്രധാനപ്പെട്ട ഇനമാണ് തുളസി. വിഷ്ണു ഭഗവാനെയും വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളുടെയും പൂജകളിൽ പ്രധാനമായും തുളസി ഉപയോഗിക്കുന്നു. ഭക്തിപൂർവമുള്ള തുളസി സമർപ്പണത്തിലൂടെ ദേവപ്രീതി പെട്ടെന്ന് ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. പ്രഭാതത്തിലും സന്ധ്യയിലും ശരീരശുദ്ധിക്ക് ശേഷം തുളസി ശരീരത്തിൽ അരച്ചു പുരട്ടി വിഷ്ണു ഭഗവാനെ പൂജിച്ചാൽ ആ ഒരു ദിവസം കൊണ്ട് തന്നെ 100 പൂജയുടെ ഫലം ലഭിക്കും. ഉണങ്ങിയ തുളസി കത്തിച്ച് തീയാക്കി ആ തീ കൊണ്ട് വിഷ്ണു ഭഗവാന്റെ മുന്നിൽ നിലവിളക്കിൽ ദീപം തെളിയിച്ചാൽ ലഭിക്കുക 1,00,000 ദീപം തെളിയിച്ചാലുണ്ടാകുന്ന പുണ്യഫലങ്ങളാണ്. ദേവസമർപ്പണത്തിനായി തുളസിയില ഇറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുളസി ചെടിക്ക് വെള്ളമൊഴിച്ച ശേഷം വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് തുളസിച്ചെടിയെ 3 തവണ പ്രദക്ഷിണം ചെയ്തിട്ട് വേണം തുളസിയില ഇറുത്തെടുക്കുവാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും ശരീരശുദ്ധി ഉണ്ടായിരിക്കണം. ഭവനത്തിൽ തുളസിത്തറ നിർമ്മിച്ച് അതിൽ തുളസി വയ്ക്കുന്നത് ഐശ്വര്യപ്രദമാണ്. കൃഷ്ണ തുളസിയാണ് ഉത്തമമായത്. വീടിൻ്റെ കിഴക്കുഭാഗത്തായി പ്രധാന വാതിലിന് നേർക്ക് തുളസിത്തറ പണിഞ്ഞാൽ ബലങ്ങൾ ഏറും. ഗൃഹത്തിൻ്റെ തറനിരപ്പിൽ നിന്നും തുളസിത്തറ താഴ്ന്നു പോകുവാൻ പാടില്ല. ഒന്നിലധികം തൈകൾ തുളസിത്തറയിൽ നട്ടുവളർത്താം. തുളസി നട്ടിരിക്കുന്ന മണ്ണ് ശുദ്ധമായി സംരക്ഷിക്കണം. അശുദ്ധമെന്ന് തോന്നുന്ന ഒന്നും തുളസിത്തറയിൽ നിക്ഷേപിക്കുകയും അരുത്. സന്ധ്യാസമയത്ത് മന്ത്രജപങ്ങളോടെ തുളസിയെ വലം വയ്ക്കുന്നതും തുളസിത്തറയിൽ സന്ധ്യാദീപം തെളിയിക്കുന്നതും മികച്ച ഫലങ്ങൾ നൽകും. പൂജാവിധികൾക്കും ശുദ്ധിയോടെ ഭക്തി പുരസ്സരം സ്ത്രീകൾക്ക് തലയിൽ ചൂടാനും ഔഷധ നിർമ്മാണത്തിനുമല്ലാതെ തുളസിയില ഇറുക്കരുത്. കാരണം തുളസി അത്ര പരിപാവനവും അമൂല്യവുമായ ഒരു ചെടിയാണ്.